ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാരുടെ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതിനു മുന്നേ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഡെയിലി പ്ലാനിങ് ചെയ്യാം എന്നുള്ളത്. ഏകദേശം അതിന് സിമിലറായിട്ട് വരുന്ന എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞ് എഴുതുക. അതായത് രാവിലെ ഒരു സിമ്പിൾ മോർണിംഗ് റുട്ടീൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ബെഡ് മേക്ക് ചെയ്യണം, ഒന്ന് ഫ്രഷ് ആവണം, അതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും കുറച്ച് സമയം എടുക്കണം. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചേർഡായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ടോൺ ഉണ്ടാവുന്നു. ചെറിയ ചെറിയ ടാസ്കുകൾ, അതായത് വെള്ളം കുടിക്കുക, മുഖം കഴുകുക, പിന്നെ മെൻ്റലി ഒന്ന് പ്ലാൻ ചെയ്യുക അന്നത്തെ ദിവസം. അപ്പോൾ ഒരു കാം മോർണിംഗ് നമ്മളെ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി ഹോം മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളൊരു ഇൻറ്റൻഷനോട് കൂടി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ടാസ്കുകളും നമുക്ക് മാനേജബിളായിട്ട് തോന്നും. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ആദ്യമേ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു മെൻ്റൽ സ്പേസ് കിട്ടും. എങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എഫിഷ്യൻ്റ്ലി ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പം ആ ഒരു മോർണിംഗ് റുട്ടീൻ നമ്മളുടെ അന്നത്തെ ഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ, ഹോം മേക്കിംഗ് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഫസ്റ്റ് അത് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം. അടുത്തൊരു കാര്യം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഫാമിലിക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അതായത് നമുക്ക് എഗ്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഓട്സ്, സാൻഡ്വിച്ചസ്, വെജിറ്റബിൾസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമല്ലോ. നമ്മുടെ നാടൻ പുട്ട്, കടല, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പക്ഷേ അതിനകത്ത് പ്രോട്ടീനും പിന്നെ കാർബ്സും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോവുക. നമ്മളത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ആ ഒരു മെസ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. കാരണം കുട്ടികൾക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാം, അവർ കഴിച്ച പാത്രങ്ങൾ എടുത്ത് വയ്ക്കാം, എന്തെങ്കിലും വെള്ളമൊക്കെ അവർക്ക് ഒഴിക്കാം, അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, പിന്നെ അവരുടെ ലഞ്ച് ബോക്സ് എടുക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല, രാവിലെ തന്നെ നല്ലൊരു സ്മൂത്ത് സ്റ്റാർട്ടായിട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ മീൽ ബാലൻസ്ഡ് ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു എനർജി കിട്ടും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി ഉണ്ടാവും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറേയും കൂടി സമയം കിട്ടും. ലൈക്ക് നമുക്ക് ബാച്ച് പ്രിപ്പറേഷൻ ചെയ്യാം, ദോശമാവൊക്കെ നമുക്ക് അടിച്ചു വയ്ക്കാം, വെള്ളപ്പം മാവ്, അതുപോലെ പുട്ടിന് നനച്ച് വയ്ക്കാം, കടല വേവിച്ച് വയ്ക്കാം. ഇങ്ങനെ കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എസെൻഷ്യൽ ടാസ്കുകൾ നമ്മൾ നല്ലപോലെ ചിന്തിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ദിവസത്തിന് ഒരു പോസിറ്റീവ് റിതം തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് രാവിലത്തെ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് മെസ്സാവുന്ന ഏരിയാസൊക്കെ ഒന്ന് ടൈഡി അപ്പ് ചെയ്യുക. അതായത് ലിവിങ് ഏരിയ ഒന്ന് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കുക. ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ ആവശ്യമില്ലാത്ത മാറിക്കെടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക, കുഷൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. പിന്നെ ലിവിങ് റൂം, എൻട്രി വേ, അതുപോലെ കിച്ചൺ, ഇതെല്ലാം നമുക്ക് ഒരു നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോൺ സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നമുക്ക് ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം ഓരോ റൂമിലും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ക്ലട്ടറൊക്കെ നമുക്ക് ആ ബാസ്ക്കറ്റിലോട്ട് എടുത്തിടുക എന്നുള്ളതാണ് ഒരു ടെക്നിക്കാണത്. എല്ലാ റൂമിലും ഒരു ചെറിയ ബാസ്ക്കറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു റൂം ടൈഡി അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു ഹാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ടൈഡി സ്പേസ് ആണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും, അതുപോലെ നമ്മുടെ ഡെയിലി റുട്ടീൻ സ്മൂത്ത് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് നേരം എടുക്കത്തില്ല, പക്ഷെ നമ്മൾ വീടിൻ്റെ കാഴ്ചയ്ക്ക് നല്ല ഒരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ഈ ഒരു സോൺസ് ഉണ്ടാക്കുന്നത് ഒരുപാട് ക്ലട്ടർ ബിൽഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യാം ഇങ്ങനെ ടൈഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ഏരിയയിൽ നമ്മൾ റെഗുലർ അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വീട് എപ്പോഴും നല്ല വെൽക്കമിങ്ങും ആയിരിക്കും, നമ്മൾ മാനേജബിൾ ആയിരിക്കും, നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടൈം എടുക്കുകയില്ല. അടുത്തതാണ് ലോണ്ട്രി ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ തുണികളെ കറക്റ്റായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെയിലി ഒരു ലോഡ് വെച്ചിട്ടെങ്കിലും നമ്മളൊന്ന് വാഷ് ചെയ്യുക, അത് ഉണക്കിയെടുക്കുക, നമ്മൾ മടക്കി വയ്ക്കുക.
പിന്നെ നമുക്ക് ഈ തുണികൾ മടക്കുന്നത് കുട്ടികൾ ഓൾഡ് ഇനഫ് ആണെങ്കിൽ അവരോട് മടക്കി വയ്ക്കാൻ പറയാം. ചെറിയ ലോഡുകളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുക, ലൈക്ക് അപ്പോൾ നമുക്ക് എപ്പോഴും ക്ലോത്ത്സ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ടയേർഡാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തുണികൾ ജസ്റ്റ് ഒരു ടെമ്പററി സെറ്റപ്പ് പോലെ മിനിമൈസ് ചെയ്യുക. എല്ലാവരും 7 ഡ്രസ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് അലക്കിയതിന് ശേഷം ആ ഉണങ്ങിയ സ്ഥലത്തു നിന്ന് തന്നെ നമ്മൾ എടുക്കുക. ഇതും ഒരു ഹാക്കാണ് കേട്ടോ. ലൈക്ക് നമുക്ക് ഒത്തിരി ടയേർഡാണെന്നുണ്ടെങ്കിൽ എന്നും ലോണ്ട്രി ചെയ്ത് മടക്കി വെക്കാതെ നമുക്ക് ഈ തുണികൾ അവിടെ നിന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ടയേർഡാണെങ്കിൽ യൂസ് ചെയ്യുന്നൊരു ഹാക്കാണ്. ഇതും നമ്മളെ ഓവറോൾ ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ലൈക്ക് നമ്മൾ ഒത്തിരി ടയേർഡായിരിക്കുമ്പോൾ നമ്മുടെ വീട് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിനുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. പറ്റുവാണെങ്കിൽ അത് ഷോർട്സിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കാരണം അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എഫിഷ്യൻ്റായിട്ട് നമ്മൾ ലോണ്ട്രി മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയവും എനർജിയും നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ടൈമേഴ്സ് യൂസ് ചെയ്യാം. നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് സോർട്ട് ചെയ്യുക. പിന്നെ ബാച്ച് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റ് ഉള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ഓർഡർ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ വേണ്ട ഒരു കാര്യമാണ് മീൽ പ്ലാനിങ്ങും മീൽ പ്രിപ്പറേഷനും. മീൽ പ്ലാനിങ് നമുക്ക് വീക്കെൻഡിൽ ചെയ്യാവുന്നതാണ്. പ്രിപ്പറേഷൻ നമുക്ക് വീക്കെൻഡിലും തലേദിവസവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തിനോ ഒരു വീക്കിനോ ഉള്ള മീല് നമ്മൾ പ്ലാൻ ചെയ്യുക. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എഴുതി വയ്ക്കുക, ഈ മീലിന് വേണ്ടത്. അതുപോലെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. എന്നിട്ടത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. നമുക്ക് പറ്റുന്നതൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ബാച്ച് കുക്ക് ചെയ്ത് വയ്ക്കാം. അതുപോലെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം സമയം നമുക്ക് ലാഭിക്കും. അതുപോലെ പിന്നീടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും. ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെ കുട്ടി കുട്ടി ടാസ്കുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ, ലൈക്ക് വെജിറ്റബിൾസ് വാഷ് ചെയ്യാൻ, ടേബിൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാര്യങ്ങൾ സ്പീഡാക്കും. പിന്നെ മീൽ പ്ലാനിങ് അതുപോലെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഫാമിലി എല്ലാവരും ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും നമ്മൾ ബിസി ആയിട്ടുള്ള ടയറിങ് ആയിട്ടുള്ള ദിവസത്തിൽ. അപ്പോൾ നല്ലൊരു ക്ലിയർ മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഹോം മേക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ നമ്മുടെ ഗ്രോസറി അതുപോലെ ബാക്കി സാധനങ്ങളുടെ എല്ലാം ഒരു ചെക്ക് കൂടി ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും. അതായത് വീട്ടിലെ സാധനങ്ങൾ, ടോയ്ലറ്ററീസ്, പിന്നെ ക്ലീനിങ് ഐറ്റംസ്, പിന്നെ ഗ്രോസറീസ്. അപ്പോൾ പാൻട്രി ഒന്ന് നോക്കുക, ഫ്രിഡ്ജ് നോക്കുക, ഫ്രീസർ നോക്കുക. ഇതെല്ലാ സാധനങ്ങളും നോക്കുക. എന്നിട്ട് നമുക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് അധികം സാധനങ്ങൾ, കുറച്ച് കുറവായിട്ടുള്ള ഐറ്റംസ് നമുക്ക് നേരത്തെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം, നമ്മുടെ മീൽസിന് ആവശ്യമുള്ളത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഈ പെട്ടെന്നൊന്ന് ഇത് ചെക്ക് ചെയ്ത് പോയാൽ നമുക്ക് കൂടുതൽ വാങ്ങുന്നതും ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ലിസ്റ്റോ ആപ്പോ നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ആ ആപ്പുകൾ നമുക്ക് ലിസ്റ്റൊക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഹാബിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ വീട് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യും. നല്ലൊരു മീൽ പ്രിപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ത്രൂ ഔട്ട് ദ വീക്ക്. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡിഷ് വാഷിങ്, അതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡെയിലി നമ്മളിത് ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പോൾ എന്നും ഓരോ മീലിന് ശേഷം നമ്മൾ പാത്രങ്ങൾ കഴുകുക, അല്ലെങ്കിൽ ഡിഷ് വാഷറിലോട്ട് ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പാത്രങ്ങൾ ബിൽഡപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്യുക, സിങ്ക് നല്ല ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. കിച്ചൺ ടൈഡി ആയാൽ തന്നെ ബാക്ടീരിയ വളരുന്നതും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും. നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ട് ഇരുന്നാൽ നമ്മുടെ എനർജി ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ വലിയ ടാസ്ക് വരുമ്പോൾ നമുക്ക് എനർജി ഉണ്ടാവും. അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ടേബിൾ ക്ലിയർ ചെയ്യാനും പാത്രങ്ങളൊന്ന് വാഷ് ചെയ്ത് വെക്കാനും എല്ലാം അവരോടും കൂടി ഒന്ന് ഹെൽപ്പ് ചോദിക്കാം. നമ്മൾ കിച്ചൺ നന്നായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഫങ്ഷണൽ ആൻഡ് വെൽക്കമിങ് ആയിട്ടിരിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. അതുപോലെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്ട്രെസ് ഇല്ലാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യമാണ് സർഫസസ് ഉണ്ടാവില്ലേ,
കൗണ്ടർ ടോപ്സ് അവിടെയെല്ലാം മിക്കവാറും എന്തെങ്കിലുമൊക്കെ പൊടിയും ഫുഡിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ കൗണ്ടേഴ്സ് ഒന്ന് വൈപ്പ് ചെയ്യുക. ടേബിളുകളും ഷെൽഫുകളും പറ്റുമെങ്കിലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് പോവുക. വൈപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്ലോറൊക്കെ ആണെങ്കിൽ നമുക്ക് വാക്യൂം ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതും നമ്മുടെ ഡെയിലി ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുക. അപ്പോൾ ഡെയിലി അറ്റൻഷൻ വേണ്ട സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് പിന്നീട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ ഹാബിറ്റ് നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ട് എപ്പോൾ വരുമ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഡസ്റ്റിങ്ങും സ്വീപ്പിങ്ങും ഒരു നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൽ നിന്ന് കൂടുതൽ വരുന്ന ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പ്രൊവൈഡഡ് നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളിത് ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ സർഫസസ് ഒക്കെ ക്ലീൻ ആണെങ്കിൽ നമുക്കും ഒരു കൂടുതൽ ഹെൽത്തും കംഫർട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഒത്തിരി ഓവർവെയിംഡ് ആണെങ്കിൽ ഇതൊന്നും ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ബാത്റൂമിൻ്റെ കാര്യം, ഡെയിലി ഒരു കുറച്ച് നേരം ഒന്ന് ബാത്റൂംസ് ടൈഡി അപ്പ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ ഷാമ്പൂവിൻ്റെ ബോട്ടിലോ കാര്യങ്ങളോ ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാമല്ലോ അല്ലേ. അതുപോലെ സിങ്ക് ഒന്ന് വൈപ്പ് ചെയ്യുക, കൗണ്ടേഴ്സ് ഒന്ന് വൈപ്പ് ചെയ്യുക, മിറർ വൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ ടവൽസൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ചിലർ നമ്മൾ ബാത്റൂമിൽ ടവൽസ് ഇടില്ല, കാരണം ബാക്ടീരിയ ഫോം ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അത് അവിടെ ഇടാതെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നോക്കുക. അതുപോലെ ബാത്റൂമിൻ്റെ ഫ്ലോർ ഡ്രൈ ആണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതും നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുക, നല്ലതാണ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പം നല്ലൊരു ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഡെയിലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ പിന്നീട് ഒത്തിരി അങ്ങ് സ്ക്രബ് ചെയ്ത് ഇതാവേണ്ട കാര്യമില്ല. പിന്നെ നല്ലൊരു ബാത്റൂം ആണെങ്കിൽ ഒരു പോസിറ്റീവ് പെട്ടെന്നൊരു ഫാമിലിയോ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു പോസിറ്റീവ് ഇമ്പ്രഷനായിരിക്കും. ചെറിയ സ്പേസസിൽ നമ്മൾ ചെറുതായിട്ട് അറ്റൻഷൻ കൊടുത്താൽ നല്ല ഹൈജീനിക് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ ഇത് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഉണ്ടാവുന്നതാണ് നല്ലത്, കാരണം നന്നായിട്ട് ഫങ്ഷണലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർവെയിംഡ് ആണെങ്കിൽ നമ്മൾ ഇതിലും സിമ്പിളായിട്ടുള്ളൊരു ടു ഡു ലിസ്റ്റ് ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. പിന്നത്തെ ഒരു കാര്യം, നമുക്ക് ചെറിയ ചെറിയ പ്ലേസസ് ഡീക്ലട്ടർ ചെയ്യാം. ലൈക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിച്ചൺ ഡീക്ലട്ടർ ചെയ്യാം. പിന്നെ ഓരോ റൂമിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ചെറിയ സമയം എടുത്താൽ ചെറിയ ചെറിയ സ്പേസസ് ഡീക്ലട്ടർ ചെയ്ത് പോവാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിന് വേണ്ടി ടൈം ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ ഡ്രോയേഴ്സും ഷെൽഫ്സും കൗണ്ടർ ടോപ്സും ഒക്കെ ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾ റിമൂവ് ചെയ്യുക, എക്സ്പയറി ആയത് റിമൂവ് ചെയ്യുക. പിന്നെ ഈ ചെറിയ ചെറിയ സ്റ്റെപ്സും ഒത്തിരി മെസ്സ് ഫോം ചെയ്യുന്നത് കുറയ്ക്കും. പിന്നെ എല്ലാ സ്പേസും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും, ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും, എഫിഷ്യൻസി കൂടുകയും ചെയ്യും. നമ്മൾ സാധനങ്ങൾ നോക്കുമ്പോഴത്തേനും എല്ലാം കിട്ടും. ഒരു കാര്യത്തിൽ ഒരു സ്മോൾ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ഓവർവെയിംഡ് ആവില്ല. പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ വീട് നല്ല ഓർഡറിൽ തന്നെ ഇരിക്കും. ഒത്തിരി നമ്മൾ ഇത് ചെയ്ത് മടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഹാബിറ്റ് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അടുത്തൊരു കാര്യമാണ് തുണി മടക്കി വയ്ക്കുക, എടുത്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ലോണ്ട്രിയുടെ കാര്യം പറഞ്ഞു. അപ്പം തുണികൾ മടക്കി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ വാർഡ്രോബ്സ് എല്ലാം കാറ്റഗറി വൈസ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഫോൾഡ് ചെയ്യാനും സോർട്ട് ചെയ്യാനും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയും കൂടിയിട്ടൊന്ന് എൻകറേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാർഡ്രോബിൻ്റെ അകത്ത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തുണി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടാസ്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക. ഇതും നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോണ്ട്രി വാഷ് ചെയ്ത് ചെയ്യാമെന്ന് മാത്രം വെച്ചാൽ മതി. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതും ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ട്രാഷ് അതുപോലെ റീസൈക്ലിങ് ചെയ്യുക. നമ്മുടെ വേസ്റ്റിൻ്റെ ട്രാഷ് എപ്പോഴും ഒന്ന് എംപ്റ്റി ചെയ്യുന്നത് നല്ലതാണ്. മണവും അതുപോലെ ഒത്തിരി വേസ്റ്റ് കുന്നുകൂടുന്നത് ഒഴിവാക്കാനും. പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാം, കത്തിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അങ്ങനെ ജനറൽ ആയിട്ടുള്ള വേസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളവരോടും ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ട്രാഷ് മാനേജ് ചെയ്താൽ നമ്മുടെ വീട് നല്ല ഹൈജീനിക്കായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഒത്തിരി മെസ്സ് ബിൽഡപ്പ് ആവില്ല, നമുക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും.
അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോവുക. അപ്പോൾ പിന്നീട് നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഒഴിവാക്കാൻ പറ്റും, നല്ലൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ക്ലീൻ ഹോം എന്ന് പറയുന്നത് നമ്മുടെ സർഫസസ് ക്ലീൻ ആക്കുന്നത് മാത്രമല്ല, നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ കൂടിയാണ്. ഇനി അടുത്തൊരു പോയിൻറ്റ്, ഈവനിങ്ങിൽ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുക. കിടക്കുന്നതിന് മുന്നേ ഒരു ക്വിക്കായിട്ടൊരു റീസെറ്റ് ചെയ്യുക. കോമൺ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഒന്ന് ടൈഡി അപ്പ് ചെയ്യുക, കിച്ചൺ ഒന്ന് ക്ലിയർ ചെയ്യുക, നെക്സ്റ്റ് ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ രാവിലെ നല്ല ഈസി ആയിരിക്കും, രാവിലെ ഒരു പീസ്ഫുൾ ടോൺ ഉണ്ടാവും. അതുപോലെ 5 to 10 മിനിറ്റ്സ് രാത്രി നമ്മൾ സ്പെൻഡ് ചെയ്താൽ ഓവർനൈറ്റ് ഈ ടാസ്കുകൾ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. കുട്ടികളെയും ഹസ്ബൻഡിനെയും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഫാമിലിയോട് കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. വീട് കൂടുതൽ മാനേജബിൾ ആയിരിക്കും, അടുത്ത ദിവസത്തിന് റെഡി ആയിരിക്കും, സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും. നമുക്കൊരു മെൻ്റലി നമുക്കൊരു നെക്സ്റ്റ് ഡേ എന്താക്കുന്നുള്ള ഒരു വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. അടുത്തൊരു കാര്യമാണ് സെൽഫ് കെയർ. നമ്മൾ ഡെഫിനറ്റ്ലി ഡെയിലി ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്ന് ഹൈജീനിക് ആവാനും റെസ്റ്റ് എടുക്കാനും മെൻ്റലി ഒന്ന് റീചാർജ് ആവാനും വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മളുണ്ടാവണം, ഇമോഷണലി വേണം. അപ്പോൾ നമ്മളൊന്ന് സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു തളർച്ചയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും, എഫിഷ്യൻ്റ് ആവും. ഇപ്പോൾ സിമ്പിൾ റൂട്ടീൻസ് ഫോളോ ചെയ്യുക, ലൈക്ക് നല്ലൊരു ഷവർ എടുക്കുക, സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് റീഡിങ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഉറങ്ങുക. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റും. കറക്റ്റായിട്ട് കെയർ ചെയ്യാതെ നമുക്ക് ടാസ്കുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. അന്നത്തെ ദിവസം എൻഡ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെ ടാസ്കുകൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി ഉണ്ട് എന്നൊന്ന് പ്ലാൻ ചെയ്യുക, പ്രയോറിറ്റീസ് ഒന്ന് നോക്കുക. അതുപോലെ വേറെ എന്തൊക്കെ പുറത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, മീൽ പ്ലാൻ നോക്കുക. അപ്പോൾ അത് നമുക്കൊരു ക്ലാരിറ്റി തരും, നമ്മുടെ നെക്സ്റ്റ് ഡേയിലത്തെ സ്ട്രെസ്സ് കുറയ്ക്കും. അപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യുക, ദറ്റ് ഒന്നും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആ ഡേ നന്നായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കും. നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ആ ടാസ്കുകൾ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം, നമുക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. നല്ലൊരു ക്ലിയർ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹോം മേക്കിംഗ് റുട്ടീൻ നല്ല സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും വിട്ടു പോകാതിരിക്കുക. നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ ഈ 15 തിങ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓവർവെംഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ആ കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ടു ഡു ലിസ്റ്റ്.